കർത്തൃനാമത്തിൽ ഏവർക്കും ഒരു പ്രാവശ്യം കൂടെ സ്വാഗതം. കോവിഡ് കാലത്ത് ആരാധനകളും അനുബന്ധ പരിപാടികളും എല്ലാം നിലച്ചു പോയപ്പോൾ ആളുകൾക്ക് ദൈവവചനം ധ്യാനിക്കുന്നതിന് ഒരു സഹായമായാണ് ഞാൻ ദി ലാസ്റ്റ് ഗോസ്പൽ എന്ന പേരിൽ ഒരു ചാനൽ യൂട്യൂബിൽ ആരംഭിച്ചത്. ധാരാളം ആളുകൾ ഇത് പ്രയോജനപ്പെടുത്തുന്നു എന്ന് കാണുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. ഈ ചാനൽ ആരംഭിച്ച 2 മാസത്തിനിടെ 13 വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നതിന് ദൈവം തമ്പുരാൻ സഹായിച്ചു. ഈ യത്നം മുമ്പോട്ട് കൊണ്ടുപോകുന്നതിന് എല്ലാവരുടെയും പ്രാർത്ഥനയും പ്രോത്സാഹനവും തുടർന്നും ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരോട് സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു. ഒപ്പമുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്താൽ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ സഹായിക്കും. അതോടൊപ്പം നിങ്ങളുടെ ബന്ധുക്കൾക്കും സ്നേഹിതർക്കും പരിചയക്കാർക്കും ഇത് ഷെയർ ചെയ്യുവാനും ശ്രദ്ധിക്കണമേ. നമുക്കൊരുമിച്ച് ദൈവവചനം പ്രചരിപ്പിക്കുന്നതിൽ പങ്കുകാരാകാം. നമുക്ക് ഇന്നത്തെ വചനധ്യാനത്തിനായി ഒരുങ്ങാം. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വിശ്വാസികളായിരുന്ന പൂർവ്വ മാതാപിതാക്കളെക്കുറിച്ചാണല്ലോ നാം ഇപ്പോൾ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നത്. 11-ാം അധ്യായം 7-ാം വാക്യം ആരംഭിക്കുന്നത് വിശ്വാസത്താൽ നോഹ എന്ന് പറഞ്ഞുകൊണ്ടാണ്. മിക്കവാറും എല്ലാവരും നോഹയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പെട്ടക നിർമ്മാണമായിരിക്കും ആദ്യം ഓർക്കുക. അല്ലെങ്കിൽ ജീവിത സായാഹ്നത്തിൽ അദ്ദേഹത്തിന് സംഭവിച്ച പരാജയം ഓർത്തേക്കാം. അല്ലെങ്കിൽ 9-ാം അധ്യായത്തിലെ മദ്യപിച്ച നോഹയെ ഓർത്തേക്കാം. എന്നാൽ എബ്രായ ലേഖന കർത്താവ് പറയുന്നു, വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തവയെക്കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട് ഭയഭക്തി പൂണ്ട് തൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായിട്ട് ഒരു പെട്ടകം തീർത്തു. അതിനാൽ അവൻ ലോകത്തെ കുറ്റം വിധിച്ച് വിശ്വാസത്താലുള്ള നീതിക്ക് അവകാശിയായി തീർന്നു എന്ന്. ഈ നോഹയുടെ വിശ്വാസ ജീവിതത്തിൽ നിന്നും നാം പഠിക്കേണ്ട ചില പാഠങ്ങളെക്കുറിച്ചാണ് ഈ പുതിയ എപ്പിസോഡ്. 1. ശാപഭൂമിയിൽ പ്രതീക്ഷകളോടെ ജനിച്ച നോഹ. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം 28-29 വാക്യങ്ങൾ. ലാമക്കിന് 182 വയസ്സായപ്പോൾ അവൻ ഒരു മകനെ ജനിപ്പിച്ചു. യഹോവ ശപിച്ച ഭൂമിയിൽ നമ്മുടെ പ്രവൃത്തിയിലും നമ്മുടെ കൈകളുടെ പ്രവർത്തനത്തിലും ഇവൻ നമ്മെ ആശ്വസിപ്പിക്കുമെന്ന് പറഞ്ഞ് അവന് നോഹ എന്ന് പേരിട്ടു. യഹോവ ശപിച്ച ഭൂമി എന്ന പ്രയോഗം ഞെട്ടിക്കുന്നതാണ്. കാരണം ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായവും 2-ാം അധ്യായവും ദൈവത്തിൻ്റെ സൃഷ്ടിപ്പിൻ്റെ അത്ഭുതത്തെയും സൗന്ദര്യത്തെയും നമ്മുടെ മുമ്പിൽ വരച്ച് കാട്ടുന്നുണ്ട്. മാത്രമല്ല, ഓരോ ദിവസത്തെയും സൃഷ്ടിപ്പിന് ശേഷം സൃഷ്ടിതാവായ ദൈവം തന്നെ നല്ലതെന്നും എത്രയും നല്ലതെന്നും ഒക്കെ വിലയിരുത്തിയ ഭൂമിയാണിത്. മനുഷ്യവർഗത്തിൻ്റെ വാസസ്ഥലമായി ദൈവം സൃഷ്ടിച്ച ഏദൻ തോട്ടത്തിൻ്റെ വിശദാംശങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 10 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ നല്ലത് എന്നും എത്രയും നല്ലത് എന്നും ഒക്കെ ദൈവം പറഞ്ഞതിൻ്റെ അർത്ഥം ശരിക്കും ബോധ്യമാവും. മാത്രമല്ല, അവിടെ ദൈവം സൃഷ്ടിച്ചാക്കിയ തൻ്റെ സൃഷ്ടിയുടെ മകുടമായ മനുഷ്യനും മറ്റ് സമസ്ത ജീവജാലങ്ങളും വൃക്ഷലതാദികളും ദൈവവും തമ്മിലുള്ള ഊഷ്മളമായ കൂട്ടായ്മയും ആ തോട്ടത്തെ പറുദീസയാക്കി മാറ്റുകയാണ്. എന്നാൽ മനുഷ്യവർഗത്തിൻ്റെ അരൺസനക്കേടും അവൻ്റെ ആക്രാന്തവും കാരണം തൊട്ടടുത്ത അധ്യായത്തിൽ തന്നെ പറുദീസയായിരുന്ന ഭൂമിയെ ദൈവം ശപിക്കുന്നതായി നാം കാണും. ദൈവം മനുഷ്യനോട് പറയുകയാണ്, 3-ാം അധ്യായം 17-ാം വാക്യം, നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. അതായത് പിന്നീട് ഭൂമിയിൽ പിറന്നു വീണ സകല മനുഷ്യരും ജീവജാലങ്ങളും ഈ ശാപഭൂമിയിലാണ് പിറന്നു വീണത്. ഇത് നന്നായി അറിയാമായിരുന്നിട്ടും മനുഷ്യന് ഒരു മാറ്റവും ഉണ്ടായില്ല എന്നതാണ് സത്യം. ഈ ഭൂമിയിലെ ആദ്യ കൊലപാതകം തുടങ്ങി അരുതാഴികകളുടെ ഘോഷയാത്രയാണ് പിന്നീട് നാം കാണുന്നത്. ഇവയോടുള്ള പ്രതികരണം എന്നോണം ദൈവം പറയുന്ന ചില വാചകങ്ങൾ 6-ാം അധ്യായം 5, 6, 7 വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവയിലെ ചില വാചകങ്ങൾ സങ്കടകരമാണ്. ഭൂമിയിൽ മനുഷ്യൻ്റെ ദുഷ്ടത വലിയതെന്നും
അവൻ്റെ ഹൃദയവിചാരങ്ങളുടെ നിരൂപണമൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളതത്ര എന്നും യഹോവ കണ്ടു. താൻ ഭൂമിയിൽ മനുഷ്യനെ ഉണ്ടാക്കുക കൊണ്ട് യഹോവ അനുതപിച്ചു. അത് അവൻ്റെ ഹൃദയത്തിന് ദുഃഖമായി. ഇറ്റ് ബ്രോക്ക് ഹിസ് ഹാർട്ട് എന്നാണ് അവിടെ പറയുന്നത്. ഈ പശ്ചാത്തലത്തിലാണ് ലാമെക്കിൻ്റെ വാക്കുകളുടെ പ്രസക്തി. ശാപഭൂമിയിൽ പോലും പ്രതീക്ഷ നൽകുന്ന ഒരു ജന്മം, അതായിരുന്നു നോഹയുടെ ജന്മം. പ്രിയരെ, എൻ്റെ ചിന്ത, നോഹയുടെ ജീവിതത്തിൽ നിന്നും നാം ആദ്യം പഠിക്കേണ്ട പാഠം ശാപഭൂമിയിൽ പ്രതീക്ഷ നൽകുന്ന ജന്മങ്ങളാവുക എന്നതാണ്. ഈ ഭൂമി ഇന്നത്തെ പോലെ ശാപഗ്രസ്തമായിട്ടുണ്ടോ എന്നത് സംശയകരമായൊരു കാര്യമാണ്. മനുഷ്യവർഗം ചൂഷണം ചെയ്ത് നാനാവിധമാക്കി കളഞ്ഞ ഇന്നത്തെ ഈ ഭൂമി സകലവിധ മ്ലേച്ഛതകളും അധാർമികതകളും കാരണം ദൈവം പോലും സങ്കടത്തോടെ ഉപേക്ഷിച്ച് കളഞ്ഞ ഈ ഭൂമി, ഇവിടെ പ്രതീക്ഷയുടെ വഴിവിളക്കുകളാകണം ദൈവമക്കൾ. ശാപമായതിനെ അനുഗ്രഹമാക്കി തീർക്കുന്ന നിയോഗങ്ങളാവണം. ഒരു ദൈവവൈതലിനെക്കുറിച്ച് ലാമെക്കിനെ പോലെ മാതാപിതാക്കൾക്കൊരു പ്രതീക്ഷ വേണം, ലോകത്തിന് ഒരു പ്രതീക്ഷ വേണം, ഈ ഭൂമിക്ക് തന്നെ ഒരു പ്രതീക്ഷ വേണം. 2, ദൈവകൃപയുടെ ആൾരൂപമായി മാറിയ നോഹ. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 8-ഉം 9-ഉം വാക്യങ്ങൾ. വാക്യം 8: എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. മുമ്പ് ഞാൻ ചൂണ്ടിക്കാണിച്ചതുപോലെ മനുഷ്യവർഗത്തെ സൃഷ്ടിച്ചു പോയതിൽ അതീവ ദുഃഖിതനായ യഹോവ അതിവേദനയോടെ ഒരു തീരുമാനത്തിലെത്തുന്നു. 6-ാം അധ്യായം 7-ാം വാക്യത്തിൽ, ഞാൻ സൃഷ്ടിച്ചിട്ടുള്ള മനുഷ്യനെ ഭൂമിയിൽ നിന്ന് നശിപ്പിച്ചു കളയും, മനുഷ്യനെയും മൃഗത്തെയും ഇഴജാതിയെയും ആകാശത്തിലെ പക്ഷികളെയും തന്നെ. അതിനെ തുടർന്ന് നാം കാണുന്ന വാചകമാണ് 8-ാം വാക്യത്തിൽ വായിച്ചത്. എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. സകലതിനെയും ഉന്മൂലനം ചെയ്യാൻ ഒരുങ്ങുമ്പോഴും നോഹയ്ക്ക് കൃപ നൽകുന്ന ദൈവം. പ്രിയപ്പെട്ടവരെ, ഇത് ഒരു ദൈവപൈതലിൻ്റെ അത്ഭുതകരമായ പദവിയാണ്, അനുഗ്രഹമാണ്. എല്ലാ നാശത്തിൻ്റെയും നടുവിൽ ഒരു പ്രകാശഗോപുരമായി നിൽക്കുക. കൊറോണ വൈറസ് വരിഞ്ഞു മുറുക്കിക്കൊണ്ടിരിക്കുന്ന ഈ ലോകത്തിൽ ഒരു ദൈവപൈതൽ പ്രത്യാശയുടെ പ്രകാശഗോപുരമായിരിക്കണം. അതിന് കഴിയുന്നത് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരായിരിക്കാനുള്ള തൻ്റെ ഇടം കൊണ്ടാണ്. എല്ലാവരും ഇങ്ങനെ ആയതുകൊണ്ട് നമ്മളും ഇങ്ങനെ ആയാലേ പറ്റൂ എന്ന് ഒഴിവുകഴിവ് പറയുന്ന ഇക്കാലത്ത്, മറ്റു വിധത്തിൽ പറഞ്ഞാൽ നാടോടുമ്പോൾ നടുവേയും കുറുകയും ഓടുന്ന ഇക്കാലത്ത് എതിരെ ഓടുവാൻ നിയോഗിക്കപ്പെട്ടവരാണ് ഒരു ദൈവപൈതൽ. ഒഴുക്കിനെതിരെ നീന്തുവാൻ നിയോഗിക്കപ്പെട്ടവൻ. നോഹ അത് എങ്ങനെയാണ് ചെയ്തത് നമുക്ക് നോക്കാം. 6-ാം അധ്യായം 9-ാം വാക്യം അത് ഹൃദ്യമായി അവതരിപ്പിക്കുന്നുണ്ട്. നോഹ നീതിമാനും തൻ്റെ തലമുറയിൽ നിഷ്കളങ്കനുമായിരുന്നു. നോഹ ദൈവത്തോടു കൂടെ നടന്നു. നോഹയുടെ ജീവിതത്തെക്കുറിച്ച് വേദപുസ്തക എഴുത്തുകാരൻ പറയുന്ന 3 കൊച്ചു വാചകങ്ങൾ. എന്നാൽ അവ ആ തലമുറയുടെ ജീവിതം പരിശോധിക്കുമ്പോൾ അനിതരസാധാരണങ്ങളായ വാചകങ്ങളാണ് എന്ന് മനസ്സിലാക്കാം. ഒരു ദൈവപൈതലിൻ്റെ ജീവിതത്തെ നിസ്തുല്യമാക്കാൻ എന്നും എക്കാലത്തും അനിവാര്യമായ 3 കാര്യങ്ങൾ. ഇവ അക്ഷരം പ്രതി ജീവിതത്തിൽ പകർത്തുവാൻ നിശ്ചയദാർഢ്യമുള്ള ദൈവമക്കൾ ഈ ഭൂമിയിൽ അവശേഷിക്കുന്നുണ്ടോ എന്ന് നാം ആത്മശോധന ചെയ്യേണ്ടിയിരിക്കുന്നു. 1, നോഹ നീതിമാനായിരുന്നു. നോവ വാസ് എ റൈച്ചസ് മാൻ. 6-ാം അധ്യായം 9-ാം വാക്യം. എബ്രായ ഭാഷയിൽ നീതി എന്ന വാക്കിന് സാധാരണയായി ഉപയോഗിക്കുന്ന വാക്ക് സദാഖ എന്നാണ്. നീതിമാൻ എന്നതിന് സദീഖ് എന്നും പറയും. ഒരുപാട് അർത്ഥതലങ്ങളുള്ള ഒരു വാക്കാണിത്. ഇന്നസെൻറ്റ്, അപ്രൈറ്റ് എന്നൊക്കെ വിവക്ഷിക്കാവുന്ന ഒരു വാക്ക്. പഴയ നിയമത്തിൽ ഏതാണ്ട് 200-ലധികം പ്രാവശ്യം ഉപയോഗിച്ചിട്ടുള്ളൊരു വാക്കാണിത്. പൊതുവായ അർത്ഥത്തിൽ ദൈവിക നിയമങ്ങളും കൽപ്പനകളും അക്ഷരം പ്രതി അനുസരിക്കുന്നവനായ ഒരു വ്യക്തി എന്നർത്ഥം. അപ്പോൾ ഒരാളുടെ നീതി നിർണ്ണയിക്കപ്പെടുന്നത് ദൈവത്തിൻ്റെ കാഴ്ചപ്പാടിലാണ്. അതുകൊണ്ടാണ് 18-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്നത്, വാക്യം 24, യഹോവ എൻ്റെ നീതിപ്രകാരവും അവൻ്റെ കാഴ്ചയിൽ എൻ്റെ കൈകൾക്കുള്ള വെടിപ്പിൻ പ്രകാരവും എനിക്ക് പകരം നൽകിയെന്ന്. എന്നാൽ സ്വയനിർണയം അനുസരിച്ചാണ് നമ്മളെല്ലാവരും നീതിമാന്മാരാകുന്നത്.
വാസ്തവത്തിൽ ദൈവത്തിൻ്റെ കാഴ്ചപ്പാടിൽ നാം നീതിയുള്ളവരാണോ? നീതിമാൻ ആരാണ് എന്നതിന് യെഹെസ്കേൽ പ്രവാചകൻ നൽകുന്ന ഒരു വിശദീകരണമുണ്ട്. 18-ാം അധ്യായം 5 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ. അതിലെ ചില ഭാഗങ്ങൾ മാത്രം ഉദ്ധരിക്കട്ടെ. ആരോടും അന്യായം പ്രവർത്തിക്കാതെ കടം വാങ്ങിയവന് പണയം മടക്കി കൊടുക്കുകയും ആരോടും പിടിച്ചു പറിക്കാതെ തൻ്റെ അപ്പം വിശപ്പുള്ളവന് കൊടുക്കുകയും നഗ്നനെ ഉടുപ്പിക്കുകയും പലിശയ്ക്ക് കൊടുക്കുകയോ ലാഭം വാങ്ങുകയോ ചെയ്യാതിരിക്കുകയും നീതികേട് ചെയ്യാതെ വണ്ണം കൈ മടക്കിക്കൊള്ളുകയും മനുഷ്യർക്ക് തമ്മിലുള്ള വ്യവഹാരത്തിൽ നേരോടെ വിധിക്കുകയും എൻ്റെ ചട്ടങ്ങളെ അനുസരിക്കുകയും എൻ്റെ ന്യായങ്ങളെ പ്രമാണിക്കുകയും ചെയ്തുകൊണ്ട് നേരോടെ നടക്കുന്നവൻ നീതിമാൻ എന്നാണ് യെഹെസ്കേൽ പറയുന്നത്. ഈ അടിസ്ഥാനത്തിൽ നമ്മെ ഓരോരുത്തരെയും നാം പരിശോധിക്കേണ്ടതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത വാചകം കുറെ കൂടെ ശ്രേഷ്ഠമാണ്. നോഹ തൻ്റെ തലമുറയിൽ നിഷ്കളങ്കനുമായിരുന്നു. ബ്ലെയിംലെസ്. ഈ വാക്ക് മനുഷ്യരോടുള്ള ബന്ധത്തിൽ വളരെ ചുരുക്കമായ വേദപുസ്തകത്തിൽ ഉപയോഗിച്ചിട്ടുള്ളൂ. സാധാരണയായി യാഗമൃഗങ്ങളുമായുള്ള ബന്ധത്തിലാണ് ഉപയോഗിച്ച് കാണുന്നത്. എന്നാൽ ഇയ്യോബിനെ കുറിച്ച് പറയുമ്പോൾ ഈ വാക്ക് 3 പ്രാവശ്യം ഉപയോഗിച്ചിട്ടുള്ളത് നമുക്കറിയാം. 15-ാം സങ്കീർത്തനത്തിൽ യഹോവയുടെ പർവ്വതത്തിൽ കയറാൻ നിഷ്കളങ്കന് മാത്രമേ അവകാശമുള്ളൂ എന്ന് പറയുന്നുണ്ട്. ദൈവം മുമ്പിൽ അകൃത്യം ചെയ്യാതെ തന്നെ കാക്കുന്ന അവസ്ഥയാണ് നിഷ്കളങ്കത എന്ന് ശമൂവേലിന്റെ 2-ാം പുസ്തകം 22-ാം അധ്യായം 24-ാം വാക്യത്തിൽ പറയുന്നു. ഇവയിൽ നിന്നെല്ലാം വ്യക്തമാകുന്ന ഒരു കാര്യം, ദൈവം മുമ്പിൽ ഒരുവന് നിൽക്കാനുള്ള അടിസ്ഥാന യോഗ്യതകളിലൊന്ന് നിഷ്കളങ്കതയാണ് എന്നുള്ളതാണ്. ഇവിടെ നമ്മുടെ വേദഭാഗത്തിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ ശ്രദ്ധേയമാണ്. നോവ വാസ് ദി ഓൺലി ബ്ലെയിംലെസ് മാൻ ലിവിങ് ഓൺ എർത്ത് അറ്റ് ദാറ്റ് ടൈം എന്നാണ്. എന്തൊരു സാക്ഷ്യമാണത്! അതായത് ഒരു തലമുറ മുഴുവൻ കളങ്കിതനായിരുന്ന സമൂഹത്തിൽ ഒരു വ്യക്തി മാത്രം നിഷ്കളങ്കനായിരിക്കുക അപാരം തന്നെ. 3-ാമത്തെ വാചകം നോഹ ദൈവത്തോട് കൂടെ നടന്നു എന്നാണ്. Noah walked with God. The idea here is of a consistent walk with the Lord. He wasn't hot and cold, up and down, in and out. He just walked with the Lord day by day. There is no greater testimony than a patient, consistent walk with the Lord. ദൈവത്തോടൊപ്പം നടന്നു എന്ന പ്രസ്താവന വേദപുസ്തകത്തിൽ 2 പേരെക്കുറിച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. 2-ാമത്തെ ആൾ ഹാനോക്കാണ്, നമുക്കറിയാം. അബ്രഹാം, ഇസഹാക്ക് തുടങ്ങിയ ഗോത്രപിതാക്കന്മാരെക്കുറിച്ചെല്ലാം പറയുന്നിടത്ത് അവർ ദൈവം മുമ്പാകെ നടന്നു, വാക്ക്ഡ് ബിഫോർ ഗോഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കൂടെ നടക്കുക, ഒപ്പം നടക്കുക എന്ന് പറഞ്ഞിട്ടുള്ളത് ഈ 2 പേരെക്കുറിച്ച് മാത്രമാണ് എന്നും അതിലൊരാൾ ഉടലോടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടുവെന്നും മനസ്സിലാക്കുമ്പോഴാണ് നോഹയുടെ പ്രത്യേകത നമുക്ക് ബോധ്യമാവുന്നത്. നിത്യവും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകത്തിൽ അണുവിട വ്യതിചലിക്കാതെ ദൈവത്തോടൊപ്പം നടക്കുക എന്നത് 1000 പ്രാവശ്യം സ്വയസാക്ഷ്യം പറയുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ്. ഇവിടെ നാം കാണുന്ന 2 പ്രയോഗങ്ങൾ അന്നത്തെ സമൂഹത്തിൻ്റെ 2 ഭാവങ്ങളാണ്. 6-ാം അധ്യായം 5-ാം വാക്യം, ഭൂമിയിൽ മനുഷ്യൻ്റെ ദുഷ്ടത വലിയതെന്നും അവൻ്റെ ഹൃദയവിചാരങ്ങളുടെ നിരൂപണമൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളതത്രേ എന്നും യഹോവ കണ്ടു. ന്യൂ ലിവിംഗ് ട്രാൻസ്ലേഷനിൽ ഞാൻ ആ ഭാഗം വായിക്കാം. ദി ലോർഡ് ഒബ്സർവ്ഡ് ദി എക്സ്റ്റെൻഡ് ഓഫ് ഹ്യൂമൻ വിക്കറ്റ്നെസ് ഓൺ ദി എർത്ത് ആൻഡ് സോ ദാറ്റ് എവ്രിതിങ് ദേ തോട്ട്, ദാറ്റ് മീൻസ് ദ പീപ്പിൾ തോട്ട് ഓർ ഇമാജിൻഡ്, വാസ് കൺസിസ്റ്റൻ്റ്ലി ആൻഡ് ടോട്ടലി ഈവിൾ. എന്നാൽ 9-ാം വാക്യം ശ്രദ്ധിക്കുക. നോഹ ദൈവത്തോട് കൂടെ നടന്നു. നോവ walked in close fellowship with God. I would say, in a society where everyone and their thoughts and imaginations were consistently and totally evil, Noah consistently and totally walked in close fellowship with God. What an achievement was that! നോഹ ദൈവത്തോടുള്ള ബന്ധത്തിൽ ജീവിച്ചു എന്ന് വായുകൊണ്ട് അവകാശപ്പെടുകയല്ല,
മറിച്ച് ദൈവത്തോടുള്ള നിരന്തര ബന്ധത്തിൽ ജീവിച്ചു കാണിച്ച ഒരു വ്യക്തിയാണ് അദ്ദേഹം. നമ്മുടെ സമൂഹത്തിൽ ദൈവമക്കളാണ് എന്ന് നാം സ്വയം വിളിച്ചു പറയുമ്പോൾ നമ്മയെല്ലാം സശ്രദ്ധം വീക്ഷിക്കുന്ന ഒരു പൊതുസമൂഹമുണ്ട് എന്ന് മറക്കരുത്. ക്രിസ്ത്യാനികളുടെ ഇടയിൽ സാക്ഷി പറച്ചിൽ എന്നൊരു പരിപാടി നടത്താറുണ്ട്. ഞാൻ അതിനൊരിക്കലും എതിരല്ല, പകരം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ആളാണ്. പക്ഷെ ഞാൻ കേട്ടിട്ടുള്ള മിക്കവാറും എല്ലാ സാക്ഷികളും തങ്ങൾക്ക് ലഭിച്ച ഭൗതിക അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് വിളിച്ചു പറയുന്നത്. എന്നാൽ വേദപുസ്തകം പറയുന്നത് ഭൂമിയുടെ അറ്റത്തോളം നമ്മൾ ദൈവത്തിൻ്റെ സാക്ഷികളാകണം എന്നാണ്. പക്ഷെ അത് നാം ജീവിക്കുന്ന സമൂഹം നമ്മെക്കുറിച്ച് പറയേണ്ടതാണ് എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. സമൂഹം നമ്മെക്കുറിച്ച് എന്തു പറയുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. പുറജാതിക്കാരനായ ശതാധിപനെക്കുറിച്ച് യഹൂദന്മാരായ അവൻ്റെ സ്നേഹിതന്മാർ യേശുവിനോട് പറഞ്ഞത് ഓർക്കുമല്ലോ. നീ അത് ചെയ്തു കൊടുക്കുവാൻ അവൻ യോഗ്യൻ. ഞാൻ യോഗ്യൻ എന്ന് പറയുന്നതല്ല, അവൻ അല്ലെങ്കിൽ അവൾ യോഗ്യ എന്ന് പറയുന്നതാണ് സാക്ഷ്യം. 3. നീതിപ്രസംഗിയായ നോഹ. പത്രോസ്ലീഹ എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം 5-ാം വാക്യം. പത്രോസ്ലീഹ എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം 5-ാം വാക്യത്തിൽ നോഹയെ വിശേഷിപ്പിച്ചിരിക്കുന്നത് നീതിപ്രസംഗിയായ നോഹ എന്നാണ്. എ പ്രീച്ചർ ഓഫ് റൈറ്റ്ഷ്യസ്നസ്. സകല ജീവജാലങ്ങളെയും ഭൂമിയോടുകൂടെ നശിപ്പിക്കാൻ ദൈവം തീരുമാനിക്കുമ്പോൾ നോഹയോട് ദൈവം പറയുന്നു, നീ ഗോഫർ മരം കൊണ്ട് ഒരു പെട്ടകം ഉണ്ടാക്കണമെന്നും സർവ്വജഡത്തിൽ നിന്നും ഈരണ്ടിനെ ജീവരക്ഷയ്ക്കായി പെട്ടകത്തിൽ കയറ്റണമെന്നും. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 22-ാം വാക്യം പറയുന്നു, ദൈവം തന്നോട് കൽപ്പിച്ചതൊക്കെയും നോഹ ചെയ്തു, അങ്ങനെ തന്നെ അവൻ ചെയ്തു. That means, while he was building the ark, he was telling a lost world that the end was coming. He was telling them about a way of escape. While Noah lived right and worked for the Lord, as a preacher of righteousness, he also took the time to open his mouth to tell others what the Lord was about to do. We are to live the right kind of life. At the same time, we need to be in the business of sharing our faith with a lost world as well. യോഹന്നാൻ സ്നാപകൻ തൻ്റെ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ ചെയ്തത് മത്തായി എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നു, സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവിൻ എന്ന് അദ്ദേഹം സമൂഹത്തോട് വിളിച്ചു പറഞ്ഞു. 4-ാം അധ്യായം 12-ാം വാക്യം പറയുന്നു, യോഹന്നാൻ തടവിലായി എന്ന് കേട്ടാറെ യേശു ഗലീലയ്ക്ക് വാങ്ങിപ്പോയി. വാക്യം 17, അന്നു മുതൽ യേശു സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവിൻ എന്ന് പ്രസംഗിച്ചു തുടങ്ങി. മത്തായി സുവിശേഷം അവസാനിപ്പിക്കുന്നത് സ്വർഗാരോഹണം ചെയ്യുന്ന യേശുവിൻ്റെ പ്രബോധനത്തോടെയാണ്. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. നോഹയുടെ പ്രസംഗ വിഷയവും മാനസാന്തരവും രക്ഷയുമായിരുന്നു. മാനസാന്തരപ്പെട്ട് രക്ഷയുടെ പേടകത്തിൽ പ്രവേശിക്കുക എന്നതായിരുന്നു ആഹ്വാനം. എന്നാൽ ഇന്നത്തെ പോലെ അന്നും അതത്ര സ്വീകാര്യതയുള്ള വിഷയമല്ലായിരുന്നു. മനുഷ്യൻ അന്നുവരെ കണ്ടിട്ടില്ലാത്ത ഒരു പ്രതിഭാസം ഉണ്ടാകാൻ പോകുന്നുവെന്നും രക്ഷപ്പെടണമെങ്കിൽ പെട്ടകത്തിൽ കയറുക മാത്രമാണ് വഴിയെന്നും പറഞ്ഞിട്ടും അന്നത്തെ ജനത്തിൻ്റെ പ്രതികരണം യേശു കർത്താവ് പറയുന്നുണ്ട്. ലൂക്കോസ് 17:27. അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. ഇന്നെന്താ വ്യത്യാസം? ഒരു വ്യത്യാസമില്ല. എന്തെല്ലാം കണ്ടാലും കേട്ടാലും മനസ്സിലാക്കുകയോ മാനസാന്തരപ്പെടുകയോ ചെയ്യാത്ത മനുഷ്യൻ. അന്ത്യകാലമായി, കർത്താവ് വരാൻ കാലമായി എന്ന് ദേവദാസന്മാർ വിളിച്ചു പറഞ്ഞിട്ടും ഒരു കുലുക്കവുമില്ലാതെ ജീവിക്കുകയാണ് മിക്കവരും. ഇതിൻ്റെ എല്ലാം നടുവിലും സമർപ്പണ ജീവിതം നയിക്കുന്ന ഒരു ചെറിയ ശതമാനമെങ്കിലും ആളുകൾ എല്ലാ വിഭാഗങ്ങളിലുമുണ്ട് എന്നതാണ് ആശാവഹമായ ഒരു കാര്യം. എന്നാൽ സത്യസന്ധമായി, മായം ചേർക്കാതെ, മുഖപക്ഷം കൂടാതെ ദൈവവചനം പ്രഘോഷിക്കുകയും സമൂഹത്തിലെ അരുതാഴികകളെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നവർക്ക് എന്നും എവിടെയും കളിയാക്കലുകളും ഭീഷണികളും ഉപദ്രവങ്ങളും മാത്രമാണ് ഫലം. പലപ്പോഴും നിരാശയുണ്ടാക്കുന്ന ഒരു അനുഭവമാണിത്. അങ്ങനെയുള്ളവരോട് പൗലോസ് അപ്പോസ്തലൻ ഗലാത്യരോട് പറയുന്ന ഒരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. വാക്യം 9, നന്മ ചെയ്യുകയിൽ നാം മടുത്തു പോകരുത്. തളർന്നു പോകാഞ്ഞാൽ തക്ക സമയത്ത് നാം കൊയ്യും.
നശിച്ചു പോകുന്ന ഈ ലോകത്തെ രക്ഷയുടെ പെട്ടകത്തിലേക്ക് ക്ഷണിക്കുവാൻ നോഹയെപ്പോലെയുള്ള നീതി പ്രസംഗകരെ ആവശ്യമുണ്ട്. പ്രിയരെ, നാം മടുത്തു പോകരുത്. തളർന്നു പോകാഞ്ഞാൽ തക്ക സമയത്ത് നാം കൊയ്യും. 4. പ്രസംഗം സ്വന്തം കുടുംബത്തിൽ പ്രാവർത്തികമാക്കിയ നോഹ. ഉൽപ്പത്തി പുസ്തകം 7-ാം അധ്യായം 6-7 വാക്യങ്ങൾ. നോഹയ്ക്ക് ദൈവത്തിൻ്റെ കൽപ്പന ലഭിച്ച ശേഷവും ഭൂമിയിൽ വെള്ളപ്പൊക്കം ഉണ്ടായതിനും മുമ്പായി 100-ലധികം വർഷം നോഹ പ്രവർത്തിച്ചു, പ്രസംഗിച്ചു. 1 നൂറ്റാണ്ട് രക്ഷയെക്കുറിച്ച് ആഹ്വാനം ചെയ്തിട്ടും ആരും അത് ചെവിക്കൊണ്ടില്ല. എന്നാൽ 7-ാം അധ്യായം 7-ാം വാക്യം അതീവ ഹൃദ്യമായൊരു വാക്യമാണ്. നോഹയുടെ പുത്രന്മാരും അവൻ്റെ ഭാര്യയും പുത്രന്മാരുടെ ഭാര്യമാരും ജലപ്രളയം നിമിത്തം പെട്ടകത്തിൽ കടന്നു. വാട്ട് എ വണ്ടർഫുൾ ടെസ്റ്റിമണി. ചുറ്റുപാടുകളിൽ എന്തെല്ലാം സംഭവിച്ചാലും, ആരെല്ലാം എന്തെല്ലാം ചെയ്താലും ചെയ്തില്ലെങ്കിലും, ഒരു ദൈവത്തിൻ്റെ ജീവിത വിജയം ദൈവത്തോടുള്ള മാറ്റമില്ലാത്ത സമർപ്പണവും അതിനനുസൃതമായ വിട്ടുവീഴ്ചയില്ലാത്ത ജീവിത പ്രമാണങ്ങളുമാണ്. യോശുവയുടെ പുസ്തകം 24-ാം അധ്യായം 14-15 വാക്യങ്ങളാണ് അർത്ഥവത്തായ ഒരു ഉദാഹരണം. ശെഖേമിൽ വെച്ച് യോശുവ ഇസ്രായേൽ ഗൃഹത്തിലെ മൂപ്പന്മാരോടും പ്രമാണിമാരോടുമെല്ലാം വിളിച്ചു പറയുകയാണ്, ആകയാൽ നിങ്ങൾ യഹോവയെ ഭയപ്പെട്ട് അവനെ പരമാർത്ഥതയോടും വിശ്വസ്തയോടും കൂടെ സേവിപ്പിൻ. നിങ്ങളുടെ പിതാക്കന്മാർ നദിക്കക്കരയും മിസ്രയീമിലും വെച്ച് സേവിച്ച ദേവന്മാരെ ഉപേക്ഷിക്കുകയും യഹോവയെ തന്നെ സേവിക്കുകയും ചെയ്യുവിൻ. യഹോവയെ സേവിക്കുന്നത് നന്നല്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ നദിക്കക്കരെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ സേവിച്ച ദേവന്മാരെയോ നിങ്ങൾ പാർത്തു വരുന്ന ദേശത്തിലെ അമോര്യരുടെ ദേവന്മാരെയോ ആരെ സേവിക്കുമെന്ന് ഇന്ന് തിരഞ്ഞെടുത്തുകൊള്ളുവിൻ. അടുത്ത വാചകം ഏറ്റവും ശ്രദ്ധേയമാണ്. ഞാനും എൻ്റെ കുടുംബമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. ഒരു ജനത മുഴുവൻ അന്യദൈവങ്ങളുടെ പിന്നാലെ പോയപ്പോഴും യോശുവയും കുടുംബവും അനന്യമായ സമർപ്പണത്തിൻ്റെ ഉദാഹരണമായി നിൽക്കുകയാണ്. നമ്മുടെ ധ്യാനത്തിലെ പശ്ചാത്തലം ഇതിന് സമാനമാണ്. ഒരു സമൂഹം മുഴുവൻ അധാർമികതയിൽ കുളിച്ചു നിന്നപ്പോൾ അനന്യരും പരമാർത്ഥികളുമായ ഒരു കുടുംബം. നോവാസ് greatest success as a father was in the fact that he saw every member of his family saved. നമ്മോടെല്ലാവരോടുമുള്ള ഒരു വെല്ലുവിളിയാണ് ഇത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി നടക്കുന്ന മിക്കവരുടെയും ഒരു പ്രതിസന്ധി സ്വന്തം കുടുംബത്തിൻ്റെ രക്ഷ സാധിക്കാതെ പോകുന്നു എന്നതാണ്. ഇസ്രായേലിലെ എക്കാലത്തെയും പ്രഗത്ഭനായ രാജാവ് ദാവീദിനെക്കുറിച്ച് സാധാരണ പറയുന്ന ഒരു പ്രയോഗമുണ്ട്. രാജ്യത്തിൻ്റെ മുന്തിരിത്തോട്ടങ്ങൾ സംരക്ഷിക്കാനുള്ള നെട്ടോട്ടത്തിൽ സ്വന്തം തോട്ടം സംരക്ഷിക്കാൻ പരാജയപ്പെട്ടു. ഈ പശ്ചാത്തലത്തിൽ നോഹയെക്കുറിച്ചുള്ള ഈ സാക്ഷ്യം എത്ര ശ്രേഷ്ഠമാണ്. ഇന്നത്തെ മാതാപിതാക്കൾ നേരിടുന്ന അതേ പ്രതിസന്ധികൾ തന്നെ നേരിട്ടാണ് നോഹ തൻ്റെ കുടുംബത്തെ നേടിയത് എന്ന് മറക്കരുത്. നോഹ തൻ്റെ കുടുംബത്തെ രക്ഷയ്ക്ക് അവകാശികളാക്കിയത് വലിയ ദുഷ്ടത നിറഞ്ഞു നിന്ന ഒരു ഭൂമിയിലാണ്. ഉൽപ്പത്തി 6:5. നോഹ തൻ്റെ കുടുംബത്തെ രക്ഷയ്ക്ക് അവകാശികളാക്കിയത് ഭൂമി അതിക്രമം കൊണ്ട് നിറഞ്ഞിരുന്ന കാലത്താണ്. ഉൽപ്പത്തി 6:11. നോഹ തൻ്റെ കുടുംബത്തെ രക്ഷയ്ക്ക് അവകാശികളാക്കിയത് ഭൂമിയിൽ സകല ജഡവും ദൈവത്തിൻ്റെ വഴി വഷളാക്കിയ കാലഘട്ടത്തിലാണ്. ഉൽപ്പത്തി 6:12. നോഹ തൻ്റെ കുടുംബത്തെ രക്ഷയ്ക്ക് അവകാശികളാക്കിയത് ഭൂമിക്ക് നേരെയുള്ള ദൈവത്തിൻ്റെ ശിക്ഷാവിധിയുടെ പശ്ചാത്തലത്തിലാണ്. ഉൽപ്പത്തി 6:17. സ്വന്തം കുടുംബത്തിൻ്റെ രക്ഷ ആഗ്രഹിക്കുന്ന ഏവർക്കും നോഹയുടെ സാക്ഷ്യം ഒരാഗ്രഹം മാത്രമല്ല, പ്രായോഗികമാക്കാവുന്ന ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ദൈവം സംസാരിച്ചത് നോഹയോട് മാത്രമാണ്. എന്നാൽ ജലപ്രളയം വന്നപ്പോൾ നോഹയ്ക്കൊപ്പം പെട്ടകത്തിലേക്ക് കയറുന്ന കുടുംബം സ്വപ്നതുല്യമായ ഒരു കാഴ്ചയാണ്. ദേ ഫോളോഡ് നോവ ഇൻ ടു ദി ആർക്ക്. പ്രിയരെ, ഈ അന്ത്യനാളുകളിൽ രക്ഷയുടെ പെട്ടകത്തിൽ പ്രിയപ്പെട്ടവർ ഒരുമിച്ചുണ്ടാവും എന്ന് ഉറപ്പാക്കാൻ നമുക്ക് ദൃഢനിശ്ചയമെടുക്കാം. ഒരു പക്ഷേ ₹1 പോലും തലമുറയ്ക്ക് വേണ്ടി കരുതി വയ്ക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ലായിരിക്കാം. ഒരു പക്ഷേ ഒരു തുണ്ട് ഭൂമി പോലും തലമുറയ്ക്ക് വേണ്ടി സമ്പാദിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ലായിരിക്കാം. എന്നാൽ നമ്മുടെ വിശ്വാസം തലമുറയ്ക്ക് കൈമാറാൻ കഴിഞ്ഞാൽ അതിനേക്കാൾ സമ്പന്നമായൊരു പൈതൃകം വേറെയില്ല. രക്ഷയുടെ പെട്ടകത്തിൻ്റെ വാതിൽ അടയ്ക്കാൻ പോകുന്നുവെന്ന് ആനുകാലിക സംഭവങ്ങൾ ലോകത്തോട് വിളിച്ചു പറയുന്നു. നോഹയും കുടുംബവും അവരുടെ വിശ്വാസ ജീവിതവും നമുക്ക് ഒരു അനുഗ്രഹ കാരണമായി തീരട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. പി തോമസ് അച്ഛൻ.